മോദിയുടെ കാല് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ്. അതായത് അമേരിക്ക നടത്തിയ കടുത്ത ആക്രമണത്തിന് ശേഷം ഇറാൻ പ്രസിഡന്റ് മനസ്സിലായി ഇനിയിപ്പോൾ മറ്റാരെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല, ലോക പട്ടാളമായ അമേരിക്കയെ പോലും നമ്പാൻ കഴിയില്ല. അതുകൊണ്ട് മോദി ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. അദ്ദേഹം പലർക്കും വളരെ സ്വീകാര്യമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്, നിഷ്പക്ഷമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മോദിയെ വിളിച്ച് ഏകദേശം 3/4 മണിക്കൂറോളമാണ് ഇറാൻ പ്രസിഡന്റ് സംസാരിച്ചത്. മോദിയോട് പറഞ്ഞത് സമാധാനത്തിലേക്ക് പോകണം, യുദ്ധം അവസാനിപ്പിക്കണം, അത് മോദി വിചാരിച്ചാലേ നടക്കൂ എന്ന് പറഞ്ഞു. ട്രംപിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ കാണാം? അതായത് റഷ്യയും ചൈനയുമാണ് ഇറാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് നോക്കിയിരുന്ന രണ്ട് രാജ്യങ്ങൾ. ചൈനയിലേക്ക് തൻ്റെ പ്രതിനിധി അയച്ചു, റഷ്യയിലേക്ക് അയച്ചു. ഖമൈനി ഇതെല്ലാം ചെയ്യുമ്പോഴും തനിക്ക് ആശ്വാസകരമായ ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാവും, ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ഈ രാജ്യങ്ങളെല്ലാം ചെറുക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു നിലപാട് ഒരു രാജ്യങ്ങളും എടുത്തില്ല. അവരെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞതല്ലാതെ ആരും ഒന്നും ഇടപെടാൻ തയ്യാറായില്ല. ഈ പറഞ്ഞ ഇത്രയേറെ ഇസ്ലാമിക സ്നേഹമുള്ള തുർക്കിയോ അസർബൈജാനോ പോലും ഇറാനൊപ്പം നിന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ പലതും മിണ്ടാതിരിക്കുകയാണ്. പാകിസ്ഥാനായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളായതുകൊണ്ട് അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഒരു ഷിയ രാജ്യമായതുകൊണ്ട് ആ രാജ്യം അങ്ങ് നശിക്കട്ടെ, അവന്മാരില്ലാതായി പോയാൽ അത്രയും നല്ലത് എന്നുള്ളതാണ്. പിന്നെ ജൂതനില്ല, അവനെ ഞങ്ങൾ നോക്കിക്കോളാം, എന്തായാലും ഞങ്ങൾ അവനെ നോട്ടം ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇവിടെ റഷ്യയ്ക്കറിയാം തനിക്ക് അല്ലെങ്കിൽ തന്നെ എടുത്താൽ പോകാത്ത വിഷയമുണ്ട് ഉക്രൈനുമായിട്ട്. വെറുതെ എന്തിനാണ് മറ്റു കാര്യങ്ങളിൽ പോയി തലയിടുന്നതെന്നുകൊണ്ടാണ് റഷ്യയും പുടിനും ഒന്നും ഒരു കാര്യത്തിലും ഇടപെടാൻ നിൽക്കാത്ത, ഇല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയിലേക്ക് റഷ്യ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ഉക്രൈൻ യുദ്ധം ഉണ്ടായത്. ആ യുദ്ധത്തോടുകൂടി പുടിൻ്റെ പണി ഏതാണ്ടൊക്കെ പൂട്ടിയിരിക്കുന്നത്. അയാൾക്ക് ആ കാര്യങ്ങൾ നോക്കാനേ നേരമുള്ളൂ. ഇപ്പോൾ അടുത്ത മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചൈനയുടെ കാര്യമാണ്. ചൈന സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന ചുങ്കത്തിലിറങ്ങി കളിച്ചതൊക്കെ കൂടെ കൊണ്ട് ചുങ്കം അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കയുമായിട്ട് ചുങ്കം ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്ത് ആകെ പ്രശ്നമായിട്ട് അതോടുകൂടി അവരുടെ മാർക്കറ്റുകളെല്ലാം തകർന്നു. വലിയ തോതിലുള്ള സാമ്പത്തിക തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൈനയ്ക്ക് പ്രൊഡക്ഷനിൽ പോലും വിജയിക്കാൻ കഴിയുന്ന അവരുടെ ആയുധങ്ങൾ അമ്പേ പരാജയമാണെന്ന് ലോകം മൊത്തം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലും രാജ്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുമോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇനി ലോകത്ത് വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് ഇറാൻ ഇന്ത്യയെ സഹായിക്കുന്നത്. അമേരിക്കയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഈ യുദ്ധമൊന്നും വേണ്ടെന്ന്. അമേരിക്ക കയറി എല്ലായിടത്തും കയറി കളിക്കുകയാണല്ലോ, ഞാനാണ് മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലൊക്കെ ട്രംപ് പറഞ്ഞത് ഞാനാണ് ഇടപെട്ടതെന്ന് പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞ മോദി ഡയറക്റ്റ് പറഞ്ഞു നിങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് ആ പ്രശ്നം സംസാരിച്ചത്, ഉഭയകക്ഷി പ്രകാരം സംസാരിച്ചത്. അപ്പോൾ ട്രംപ് ഉടനെ കളം മാറ്റി, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്നല്ല, ഞാൻ പാകിസ്ഥാനെ പ്രഷർ ചെയ്തു, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ ഇനി സമാധാനത്തിലേക്ക് പോകണം, ഞാൻ പാകിസ്ഥാനെ പ്രഷർ ചെയ്തു എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ഒരു ദിവസം 21 കള്ളം പറയുന്ന ആളാണ്, കണക്കുകൾ പ്രകാരം, വെറുതെ പറയുന്നതല്ല. ഒരു ദിവസം ഇയാൾ കഴിഞ്ഞ ടൈമിൽ 4 വർഷം കൊണ്ട് പറഞ്ഞ കള്ളത്തിനെ എടുത്ത് ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഏറ്റവും മിനിമം ഏറ്റവും ചുരുങ്ങിയത് 21 കള്ളം പറയും. അപ്പോൾ അങ്ങനെയുള്ള ട്രംപിനെ വിശ്വസിക്കാനാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകമൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിനെ ഇനി പിണക്കിയാൽ പണി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക ചെറിയൊരു നിലപാട് മാറ്റത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇറാനെ അടിച്ചു തുടങ്ങിയ വിഷയം അത് അടിച്ച് തീർക്കാതെ നിർത്താൻ കഴിയില്ല. ഇറാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയൊക്കെ വെച്ചിട്ട് ഒരു 2 റിയാക്ടറെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു ബോംബിടാനുള്ള കരുത്തൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. ഉയർന്നു പറന്നു കഴിഞ്ഞാൽ റഡാറിൽ പലപ്പോഴും കിട്ടാത്ത ആയുധങ്ങൾ അല്ലെ യുദ്ധവിമാനങ്ങളും ഇറാൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടൊരു ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഇസ്രായേലെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കാണിക്കുകയോ ഇല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുണ്ട്, അവിടെ എങ്ങാനും കയറി ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ. പക്ഷേ അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറക്കിയിരിക്കുന്നു. ഇനി എന്തായാലും ഖമൈനിയുടെ അന്ത്യമായിരിക്കും അടുത്ത അമേരിക്ക ലക്ഷ്യം വയ്ക്കുക, മറ്റൊന്നുമില്ല. ഇനി ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങൾ തീർത്തിരിക്കുന്നു, അത് നശിപ്പിച്ചിരിക്കുന്നു. ഇനി ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇസ്രായേൽ അതിന് തയ്യാറാവില്ല. ഈ ഇറാൻ സർക്കാരിൻ്റെ പൂർണ്ണ പതനമാണ് ഈ പറയുന്ന ഇവരെല്ലാം ഇസ്രായേലെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. അത് എപ്പോൾ പൂർത്തിയാകുമോ അതുവരെ യുദ്ധം തുടരാനുള്ള സാധ്യതകളുണ്ട്. ഈ പറയുന്ന ഒരു സൈഡിൽ ഇറാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ ഗാസ പൂർണ്ണമായിട്ടും കീഴടക്കാനും ആ മേഖലയിൽ ഈ ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പല ഗാസയുടെ മേഖലകളിലും ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിവേഗത്തിലാണ് അവിടെ പണികളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഓരോരോ മേഖലയാക്കി സ്വതന്ത്രമാക്കി മുക്തമാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഗാസയിലെ ഹമാസ് ബാധിത മേഖലകളെല്ലാം തന്നെ സ്വതന്ത്രമാക്കി ഇസ്രായേൽ ജനതയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. അപ്പോഴാണ്
ഇറാനെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ആക്രമിക്കുന്നതിനല്ലാതെ ഹൂത്തികൾക്ക് ആയുധം കൊടുക്കാനുള്ള ശേഷി പോലും ഇപ്പോൾ കയ്യിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആലോചനയിലാണ് ഇറാൻ ഇരിക്കുന്നത്. അമേരിക്ക ഇടപെട്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇന്ത്യയെ സമീപിച്ച് ഒരു സമാധാന പാതയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഇറാൻ പൂർണ്ണമായിട്ടും സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്തായിരുന്നു ഈ പറയുന്ന ശീതയുദ്ധ കാലഘട്ടത്തിലെല്ലാം. അന്ന് ഇന്ത്യക്കും സോവിയറ്റ് യൂണിയനായിരുന്നു അവിടെ കൂറ്. അറിയാലോ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തൊക്കെ 79 ഈ പറയുന്ന ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫണ്ടമെൻ്റലിസ്റ്റുകൾ, മതമൗലികവാദികളുടെയും തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരുടെയൊക്കെ കയ്യിലേക്ക് ഇറാൻ്റെ ഭരണം പോയി എന്നുള്ളതാണ്. അങ്ങനെ IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്നവരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഖമൈനി ഒളിവിലുമാണ്. അപ്പോൾ ഖമൈനി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന IRGC എന്ന് പറയുന്ന 1.5 ലക്ഷത്തോളം വരുന്ന സൈന്യത്തെ തോപ്പിച്ച് അവരെ ആക്കിയതിന് ശേഷം മാത്രമേ പുതിയൊരു ഭരണകൂടത്തിന് ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഇറാന് മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നു. മോദിയുടെ കാല് പിടിക്കുകയാണ്, ഒരു സമാധാനം വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഈ ഖമൈനിയുടെ കേസിലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു വിവരമില്ല, ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോയൊക്കെ മുൻപെടുത്ത വീഡിയോ പുറത്തു വരുന്നു, അനുയായികളെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഇന്ത്യക്ക് ഒരു നിർണായക റോളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപ് പോലും ഞെട്ടിയിരിക്കുന്നു. കാരണം നരേന്ദ്രമോദിയെ ഇത്തരത്തിൽ വിളിച്ച് ഇത്രയും സമയം സംസാരിച്ചത് ട്രംപിനും അത്ഭുതമുണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. ഒരിക്കൽ നരേന്ദ്രമോദി ഇത്തരത്തിൽ ട്രംപും ഒരു ആവശ്യത്തിന് വിളിച്ചിരുന്നു. അന്ന് പക്ഷേ നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ പോലും തയ്യാറാവാതെ പോയി. അത്രയധികം ഒരു ആർജവമുള്ളൊരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം വിളിച്ച് ഇന്ന് വൈകിട്ട് വരാൻ പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ എത്തിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രിമാരുടെ സ്ഥാനത്ത് നിന്നാണ് മോദി പറഞ്ഞ് എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, പിന്നീട് അവസരത്തിൽ കാണാം എന്ന് പറയാൻ ആർജവമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെയാണ് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചതിൽ നിന്ന് തന്നെ ഇറാന് ആ ഒരു ഇന്ത്യയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ മോദിയിലുള്ള വിശ്വാസം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 45 മിനിറ്റോളം ഇത്രയും തിരക്കിനിടയിലും നരേന്ദ്രമോദിയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് രമ്യമായ പരിഹാരമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിൽ കൃത്യമായ നിലപാട് ഉടൻ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം അമേരിക്ക വളരെ ശക്തമായ രീതിയിൽ ഇവരെ ആക്രമിച്ചു എന്ന് പറയുമ്പോഴും ഇറാൻ അത് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.